അപ്പം എല്ലാവരും ഇന്ന് പെസഹൊക്കെ ആയിക്കൊണ്ട് പെസഹയുടെ അപ്പമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? ക്രിസ്ത്യൻസ് ഒക്കെ അല്ലേ? അങ്ങനെ പെസഹ അപ്പമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. ഞാനും ചെറിയ തിരക്കിലൊക്കെയാണ്. എന്നാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ടിപ്സാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു ദിവസം വീഡിയോ ഇട്ടതാണ് കേട്ടോ. ഇട്ട സമയത്ത് അന്ന് എന്നോട് ഒത്തിരി പേര് ചോദിച്ച സംശയങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ ഇതിലൂടെ പറയാനായിട്ട് ഇന്ന് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. ഒരു എണ്ണയുടെ ഒത്തിരി പേര് വന്നേച്ച് പറഞ്ഞു അവരുപയോഗിച്ച് നോക്കി അവർക്കത് റിസൾട്ട് കിട്ടി തുടങ്ങി. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അവിടെ റിസൾട്ട് കിട്ടിയെന്ന് പറയുന്നവർ. കാര്യം എന്നെ നീച്ചാണ്ടല്ലോ അങ്ങനെ അവരൊക്കെ വന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ ചിലർ ഒന്നും പറയത്തില്ല കേട്ടോ. റിസൾട്ട് കിട്ടിയാലും മിണ്ടാതിരിക്കുന്നവരുണ്ട്. അങ്ങനെ അല്ലാതെ നമ്മളടുത്ത് പറയുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമല്ലേ. നമ്മൾ പറഞ്ഞു കൊടുത്തൊരു കാര്യം മറ്റൊരാൾക്ക് പ്രയോജനപ്പെട്ടെന്ന് അറിയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞത് തന്നെയാണ് ഈ മുഖത്തെ ഇപ്പം രോമങ്ങൾ കളയുന്നതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഒത്തിരി പേരെന്നോട് ഒന്നിച്ച് പറഞ്ഞു ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്നല്ല എന്നോട് പറഞ്ഞായിരുന്നു. ഞാനും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് നമ്മൾ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ഓർക്കും എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തുകൊണ്ട് പോയാൽ മതി, റെഡി ആക്കിക്കൊണ്ട് പോയാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. അന്നേരമായിരിക്കും ആരെങ്കിലും വന്ന് വീട്ടിലോട്ട് കയറുന്നത്. അവർ വരുന്നത് നമ്മുടെ മുഖം കാണുന്നതേ ഉണ്ടല്ലോ. നമ്മളെ അറിയാവുന്നവരാണെങ്കിൽ നമ്മളെ ഒന്ന് കളിയാക്കും. ആ ഭീഷൺ തടിയൊക്കെ ആയല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. എനിക്ക് വിഷമം ഉണ്ടായിരുന്നിട്ടുള്ള സത്യം ഞാൻ പറയാം. കൂടുതൽ എൻ്റെ ആങ്ങളമാരായിരുന്നു എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുമായിരുന്നു ഇവരെന്നെ ഇങ്ങനെ കളിയാക്കുമ്പോഴത്തേക്ക് അവർക്ക് മീശയൊക്കെ കിളുത്തെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. പക്ഷേ എനിക്ക് ഹോർമോണിൻ്റെ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് കൂടുതലായിട്ട് അങ്ങോട്ട് വരുമായിരുന്നു കേട്ടോ. അങ്ങനെ അത് കൂടുതൽ തടിയിലായിരുന്നു. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കൊക്കെ അറിയാം. എൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ കറുത്ത് കട്ടിയിലായിരുന്നു ഇരിക്കുന്നത് കേട്ടോ. ഈ 2 സൈഡിലും. അപ്പം ഞാൻ യാതൊരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ലായിരുന്നു. ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞു തന്ന രീതിക്ക് ഞാൻ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പം എന്നോട് ഈ വീഡിയോ ചെയ്തപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചായിരുന്നു, ബ്യൂട്ടി പാർലറിൽ പോയി വാക്സിൻ ചെയ്യുന്ന പോലെ അല്ലേ എന്ന് ചോദിച്ചു. അല്ല കേട്ടോ, വ്യത്യാസമുണ്ട്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മളിതൊരു ചെറിയ ചൂടോട് കൂടിയാണ് നമ്മുടെ മുഖത്തേക്ക് നമ്മളിത് തേച്ച് കൊടുക്കുന്നത്. മുഖം പൊള്ളരുത്, പൊള്ളാതെ ചെറിയൊരു ചൂടോടുകൂടി. ആ ചൂടോടുകൂടി നമ്മൾ തേക്കുമ്പം തന്നെ ആ ഒരു ഓരോ രോമങ്ങളും ഉണ്ടല്ലോ ചുവടെ പറഞ്ഞാണ് വരുന്നത്. നമ്മളത് ഒട്ടിച്ച് വെച്ച് അപ്പോൾ അതെന്താണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പഞ്ചസാര എടുക്കുക. ഒരു 2 സ്പൂൺ പഞ്ചസാര നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഒരു നാരങ്ങ ഫുൾ എടുക്കുക. ഈ പഞ്ചസാര മുങ്ങിക്കിടക്കുന്ന രീതിക്ക് നിങ്ങൾ നാരങ്ങ നീര് ചേർക്കുക. ശകലം പോലും വെള്ളം ചേർക്കരുത് അതിനകത്ത്. ശകലം പോലും വെള്ളം ചേർക്കാതെ ഈ നാരങ്ങ നീര് പഞ്ചസാര മുങ്ങിക്കിടന്ന് നമ്മുടെ മുഖത്തിന് ആവശ്യം 2 സ്പൂണൊക്കെ എടുത്ത് നമുക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ. വലിയ സ്പൂണിന് 2 സ്പൂൺ പഞ്ചസാര എടുത്ത് നമ്മുടെ മുഖത്തെ ലിബിൻ്റെ മേളത്തെയും കളഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ കിട്ടും. എന്നുവെച്ചാൽ നമുക്കിതൊരു ഇങ്ങനെ തേച്ചൊന്ന് ഇങ്ങനെ ചെറുതായിട്ട് പിടിപ്പിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കളയുന്നുള്ളൂ. പിന്നെ ചെയ്യേണ്ടത് അത് നല്ലപോലെ അടുപ്പേ വെച്ച് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പയിലോട്ട് വെച്ച് ചെറിയ തീയിൽ നമ്മളിത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ തീ ശരിക്കും ശ്രദ്ധിച്ചോണം. നല്ലപോലെ ഇളക്കി 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 നിന്നോണം. എന്നിട്ട് നമ്മൾ ആ ഗോൾഡൻ കളർ മാറി ഒരു ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് അങ്ങോട്ടായി തുടങ്ങുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തേക്കണം. കാര്യം ഭയങ്കരമായിട്ട് അതങ്ങോട്ട് ഒരു ബ്ലാക്ക് പോലത്തെ കളറാകാനായിട്ട് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ നമുക്കത് മുഖത്ത് തേക്കാനും പറ്റത്തില്ല. അത് തണുത്ത് കഴിയുമ്പോൾ കട്ട പിടിച്ച് അങ്ങ് പോകും. അതിന് ആ ഒരു ഗോൾഡൻ കളർ മാറി ഒരു ബ്രൗൺ കളർ അങ്ങോട്ടായി തുടങ്ങുമ്പോഴത്തേക്ക് അതങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വെള്ള തുണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തുണി മതി കേട്ടോ. കോട്ടൺ തുണിയാണ് ഏറ്റവും നല്ലത്. കോട്ടൺ തുണി എടുക്കുക. എന്നിട്ട് നമ്മളിതൊരു ചെറിയ ചൂടോടുകൂടി നമ്മുടെ കയ്യിലെവിടെയും നമ്മൾ തൊട്ട് നോക്കിയതിന് ശേഷമേ മുഖത്ത് വെക്കാവുള്ളൂ. മുഖം പൊള്ളിക്കരുത്. ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ ലിബിൻ്റെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ പുരട്ടി കൊടുക്കുക. ഇങ്ങനെ പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു തുണി, അത് ഈ മുണ്ടിൻ്റെയൊക്കെ പഴയ തുണി കാണുമല്ലോ, അതൊക്കെ ആണെങ്കിലും മതി. എന്നിട്ട് അതിങ്ങനെ നമ്മൾ ആ തുണി അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇപ്പം നമുക്ക് ഇവിടെ എന്ന് പറയുമ്പം ഹെയർ ഇങ്ങനെ താഴോട്ടല്ല ഇങ്ങനെയല്ലേ കിളുത്ത് നിൽക്കുന്നത്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഓപ്പോസിറ്റ് നമ്മളിത് വലിക്കണം. ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ഒറ്റ വലിക്ക് നമ്മൾ പിരിയും ത്രെഡ് ചെയ്യുന്നതിൻ്റെ വേദന പോലും നമുക്കുണ്ടാകത്തില്ല. എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയണേ. പിരിയും ത്രെഡ് ചെയ്യുന്നതിൻ്റെ പോലും വേദന നമുക്കുണ്ടാകത്തില്ല. ഒറ്റ ഇതിൽ നമുക്കത് ഫുള്ള് ചുവടെ നമുക്കത് പറഞ്ഞ് മുഴുവൻ വരുന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ മുഖം മൊത്തം അങ്ങനെ അത് കളഞ്ഞതിന് ശേഷം പച്ചമഞ്ഞൾ, ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേരോട് ചോദിച്ചു ഉണക്കിപ്പൊടിച്ച മഞ്ഞൾ മതിയോ. ഉണക്കിപ്പൊടിച്ച മഞ്ഞളല്ല, നമുക്ക് പച്ചമഞ്ഞൾ തന്നെ വേണം ഇതിന്. പിന്നെ ചിലർ ചോദിച്ചു കസ്തൂരി മഞ്ഞൾ മതി. കസ്തൂരി മഞ്ഞൾ ഞാൻ ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പച്ചമഞ്ഞൾ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പച്ചമഞ്ഞളും ഒരു ശകലം ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഏതെങ്കിലും ഒരു കല്ലിലിട്ടിട്ട് ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് ഈ മഞ്ഞളും കൂടെ വെച്ചൊന്ന് ഉരച്ചാൽ മതി. ഉരച്ചേച്ച് അത് ഇങ്ങനെ തേച്ച് കൊടുക്കുക. നിങ്ങളിത് 1 ദിവസമോ 2 ദിവസമോ ചെയ്തുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങൾ 1 മാസമെങ്കിലും, ഞാൻ 1 മാസത്തോളം ചെയ്തപ്പോഴാണ്
എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടിയത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ 1 മാസത്തോളം ചെയ്തിട്ടും എനിക്ക് ഹോർമോണിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ചെറുതായിട്ട് പൊടിയായിട്ട് കിളുത്ത് വന്നത്. വീണ്ടും ഞാൻ അതുപോലെ തന്നെ പഞ്ചസാര കൊണ്ടും അതെല്ലാം നാരങ്ങ നീരും കൊണ്ടും ഉണ്ടാക്കി വെച്ച് ഒന്നും കൂടെ കളഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ഉപ്പും മഞ്ഞളും കൂടെ തേച്ച് കൊടുത്തു. ഇപ്പം എൻ്റെ മുഖത്ത് ശകലം പോലും ഇല്ല ഇത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനൊന്നും ആയിരുന്നില്ല. എനിക്ക് നിങ്ങൾ വീഡിയോയിൽ നോക്കുമ്പോൾ ഇങ്ങനെ കറുപ്പ് കളറിൽ ഇങ്ങനെ മീശ കാണാമായിരുന്നു, ശരിക്കും തെളിഞ്ഞ് കാണാമായിരുന്നു. അപ്പം ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഒരു എന്താ മനസ്സ് സന്തോഷം തോന്നാറുണ്ട്. മറ്റേത് ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്നെ ആരെങ്കിലും നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ അവർ ചുമ്മാ നോക്കുന്നതായിരിക്കും. എൻ്റെ മനസ്സിൽ തോന്നൽ എന്നാണെന്നറിയോ, എൻ്റെ മീശ കണ്ടിട്ടാണോ അല്ലെങ്കിൽ എൻ്റെ താടിയിൽ ഇനി നിപ്പുണ്ടോ, ഞാൻ കളയാ വലുതായിട്ടാണോ നിൽക്കുന്നത്, അവർക്കത് കാണാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ പുറത്തോട്ട് ഇറങ്ങാനും എങ്ങും മടിയാവുമായിരുന്നു. പിന്നെ മാസ്ക് ഒക്കെ വെച്ച് ഇറക്കുന്ന സമയത്ത് നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. എനിക്കാണെങ്കിൽ മാസ്ക് ഭയങ്കര അലർജിയാണ്. മാസ്ക് വെച്ച് അന്നേരം ഇവിടെ എല്ലാം കുരുവുണ്ടായി മുഖം ചൊറിഞ്ഞു പൊട്ടും. അതുകൊണ്ട് മാസ്ക് വെക്കാനും പറ്റത്തില്ല. അങ്ങനെ ശരിക്കും ടെൻഷൻ അടിച്ച് നടന്ന് കണ്ട് എന്നെപ്പോലെ ടെൻഷൻ അടിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞേക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. മുഖത്തെ ഹെയർ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും, ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ. പിന്നെ അന്ന് എനിക്ക് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തവർക്കും വീണ്ടും ഉണ്ടായെന്നും പണ്ട്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് 10 പൈസ മുടക്കില്ലല്ലോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇട്ടിട്ടുണ്ട്. ആ ഷുഗർ വാക്സിൻ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഇടുന്നതിൻ്റെ അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണേൽ കാണാം. പിന്നെ വിശദമായിട്ട് ഇപ്പോൾ പറഞ്ഞും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ വേണേൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പം മറക്കണ്ട കേട്ടോ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേരും. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ പെസകാപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ രാവിലെ അരിയൊക്കെ അരച്ച് വെച്ചു വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട്. പിന്നെ പെസകാപ്പം ഉണ്ടാക്കാനും കൂടെ ആയിട്ടാണ്. അപ്പം നമുക്ക് അടുക്കളയിലോട്ട് കയറാം. അപ്പം നിങ്ങൾ ഞാൻ ഈ കുറിയൊക്കെ തൊട്ട് ഇരിക്കുന്നവർക്ക് ഇവള് പെസകാപ്പം ഉണ്ടാക്കുന്നു നോക്കും. എനിക്കും ഉണ്ടാക്കാനേ, ഞാനൊരു കുറി തൊട്ടേക്കുന്നതേ ഉള്ളൂ. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ എനിക്ക് ഈ പെസകാപ്പം ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. നമുക്ക് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്നൊരിതല്ലേ. അപ്പം ഈ പെസകാപ്പം എന്ന് പറഞ്ഞാണ്ടല്ലോ നമുക്കിപ്പം ഉണ്ടാക്കുന്ന അറിയാൻ മേലാത്തവർക്കൂടി ക്രിസ്ത്യൻസിനൊക്കെ എല്ലാവർക്കും അറിയാം. പെസകാപ്പം ഉണ്ടാക്കാൻ തന്നെ എല്ലാവരും ഒന്നും അങ്ങനെ ഉണ്ടാക്കത്തില്ല കേട്ടോ. ഞാൻ കുരിശ് വെച്ച അപ്പം ഒന്നും ഉണ്ടാക്കുന്നില്ല. സാധാ പെസകാപ്പമാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല. കുരിശ് വെച്ച അപ്പം എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞാലും ഹിന്ദു രീതിക്ക് ജീവിക്കുന്നുണ്ട്, എനിക്കത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത് കുർബാന സ്വീകരിക്കണം, കുമ്പസാരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്യുന്നതിന്. അതുകൊണ്ട് അതൊന്നും നമ്മൾ ചെയ്യാത്തതുകൊണ്ട് ഒരു കൊതിക്ക് ഞാനങ്ങനെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ, എൻ്റെ ഒരു കൊതിക്ക്. ഇപ്പം ഞാൻ ഇവിടങ്ങളിലൊക്കെ പെസകാപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിക്കുന്നതെന്ന് പറയും വട്ടയപ്പാണെന്ന്, ചിലയിടത്ത് കിണ്ണത്തപ്പം എന്ന് പറയും. അതാണ് പെസകാപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിക്കുന്നത്. ശരിക്കും പെസകാപ്പം അതല്ല, പുളിക്കാത്തപ്പം എന്ന് പറയും. മാവ് അരിപ്പൊടിയും ഉഴുന്നും അതിനകത്ത് വെളുത്തുള്ളി ചുമന്നുള്ളി ജീരകമൊക്കെ ചേർത്ത് കുഴച്ച് ഉണ്ടാക്കുന്നതാണ് പെസകാപ്പം. വാഴയിലക്കകത്ത് ഉണ്ടാക്കുന്നതാണ് പെസകാപ്പം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും വട്ടയപ്പമാണ് ഈ പെസകാപ്പം എന്ന് പറയുന്നത്. അല്ലെ പിന്നെ ബേക്കറിയിൽ നിന്ന് മേടിക്കും ബന്ന് പോലെ ഇരിക്കുന്നത് പെസകാപ്പം എന്ന് പറയുന്നത്. അതൊന്നും അല്ല ശരിക്കും പെസകാപ്പം. പെസകാപ്പം ശരിക്കും കഴിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഞാൻ ഈ പറയുന്ന പോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം നമുക്ക് പെസകാപ്പം ഉണ്ടാകാനായിട്ട് ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ്. ഇനി ബാക്കിയെല്ലാം ഒന്ന് റെഡി ആക്കിയാൽ മതി. അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോകാവേ. ഇത് നമ്മുടെ വട്ടയപ്പത്തിനുള്ള മാവ് രാവിലെ അരച്ച് വെച്ചാണ് ഞാൻ, നല്ലപോലെ പുളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു ശകലം ഉപ്പും കൂടെ ചേർത്ത് എടുക്കാമെന്ന് വെച്ചത്. ഞാൻ തേങ്ങയും ജീരകവും ഏലക്കായും പിന്നെ ഈസ്റ്റ് അരിയും കൂടെ അരച്ച്, പിന്നെ ചോറാണ് ഞാൻ അരച്ചതിനകത്തെ, ചോറും കൂടെ അരച്ച് ഞാൻ വെച്ചതാണ്. മാവ് നല്ലപോലെ പുളിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തുണ്ടെങ്കിൽ നമുക്ക് മാവ് കാണുമ്പോൾ അറിയാം. എൻ്റെ ഫോൺ പോയാൽ ഇപ്പം മാവ് നമുക്ക് കാണുമ്പോൾ അറിയാം നല്ലതാണോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പയിൽ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചേക്കുവാണേ. അതിനുള്ള വെള്ളം തിളയ്ക്കാൻ നമുക്ക് ആദ്യം വട്ടയപ്പം എടുക്കാം. വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മുന്തിരിങ്ങയൊക്കെ വേണം ഇടാൻ കേട്ടോ. പക്ഷെ ഞാൻ മുന്തിരിങ്ങ ഒന്നും ഇടുന്നില്ല. കുറച്ച് ചെറി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ചെറി കുഞ്ഞായിട്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ മാവ് ഒഴിച്ചതിന് ശേഷം പാത്രത്തിലോട്ട് ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ എണ്ണ തേച്ച് ഇഡലി പാത്രത്തിൽ വെച്ച് അതിനകത്തൊരു മാവ് ഒഴിച്ച് അതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കും. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അതിനകത്ത് കിടക്കുമ്പോഴും കാണാൻ നല്ല രസമാണ്. പിന്നെ ചെറുതായിട്ടൊന്ന് മുന്തിരിങ്ങ കഴിക്കുന്നത് കഴിക്കാൻ കൂടി ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ വട്ടയപ്പത്തിനുള്ള മാവൊക്കെ ഒഴിക്കട്ടെ, എല്ലാം ഒന്ന് സെറ്റ് ആയിരിക്കും. ഞാൻ അപ്പുറത്തെ അടുക്കളോട്ട് കൊണ്ടുവന്നു വെച്ചാൽ ഭയങ്കര ചൂടാണ്, നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ
ഫോൺ വെക്കാനായിട്ട് സൗകര്യമില്ലേ, ചൂട് അടുപ്പിൻ്റെ അങ്ങോട്ട് ഭയങ്കര ചൂട്, രാവിലെ അടുപ്പിൽ തീ കത്തിച്ച് ഫോൺ ഭയങ്കരമായിട്ട് ചൂടാകുന്നു. അപ്പോൾ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് കാണാം. അപ്പം നമ്മുടെ വട്ടയപ്പം അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പെസകാപ്പം ഉണ്ടാക്കാനായിട്ട് തേങ്ങയും ജീരകവും ചുവന്നുള്ളി വെളുത്തുള്ളി ഉഴുന്ന് ഇത്ര അരച്ചെടുത്തേക്കുന്നതാണ്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്താണ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തൊന്ന് ഇളക്കട്ടെ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പുളിക്കാൻ പാടില്ല ഈ മാവ്. ഇത് പുളിച്ച് നമ്മൾ ഉണ്ടാക്കത്തില്ല, പുളിക്കുന്നതിന് മുന്നേ നമ്മളിത് ഉണ്ടാക്കണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുളിക്കാത്തപ്പം എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. ഇച്ചിരി കൂടെ വേണം. നമ്മൾ ഇതിനകത്തോട്ട് ഇനി അരിപ്പൊടിയും കൂടി ഇട്ട് കുഴയ്ക്കണം. അരി പൊടിച്ച് വെച്ചേക്കുന്നുണ്ട്, അത് ഞാൻ പൊടിച്ചുകൂടെ വെച്ചിട്ടുണ്ട്. ഇതേണ്ടേ, അതും കൂടെ ഇട്ട് എൻ്റെയൊക്കെ കുഞ്ഞിലേക്ക് ഉണ്ടല്ലോ ഇതൊക്കെ മാറി ഇന്ന് കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഒന്നും അതിനകത്തൊന്നും കൂട്ടത്തൊന്നുമില്ലായിരുന്നു. അമ്മയും വെല്ലുമിച്ചി അമ്മയുടെ വീട്ടിലാണ് കേട്ടോ ഇതൊക്കെ ഭയങ്കര ഇതായിട്ടൊക്കെ ഞാൻ കൂടിയിട്ടുള്ളത്. അമ്മയും വെല്ലുമിച്ചിയും പിന്നെ അമ്മയുടെ ചേച്ചിമാരൊക്കെ കാണും, പിന്നെ അമ്മാച്ചൻ മൂത്ത അമ്മാച്ചൻ കാണും. അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ ഒക്കെ കൂടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വെല്ലുമിച്ചി ഞങ്ങളുടെ ഇതിൽ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പോഴും ആ ഒരു രീതിക്ക് തന്നെയാണ്, എൻ്റെ വെല്ലുമിച്ചി ചെയ്ത രീതിക്കൊക്കെ തന്നെയാണ് ഇപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം എല്ലാവരും പറയുമോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. പീഡിയസ് ആവുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും ഉണ്ടാക്കത്തില്ല, ഈ ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് തൊടുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. വെല്ലുമിച്ചി ആ സമയത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അമ്മയോടൊക്കെ പറയുന്നതും ഒക്കെ. അങ്ങനെയുള്ളവരൊക്കെ മാറി നിന്നു. വെല്ലുമിച്ചിയാണ് കൂടുതൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പിള്ളേർ കൂടും എന്നുവെച്ചാൽ വാഴയിലൊക്കെ വെട്ടാനായിട്ട്. ഇതിന് വാഴയിലൊക്കെ വെട്ടി വാഴയിലൊക്കെ എടുത്ത് വെയിലത്തിടും. രാവിലെ വെല്ലുമിച്ചി പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം വാഴയില പറമ്പിൽ വെട്ടി വെയിലത്തോട്ട് ഇട്ടേച്ച് ആ വെയിലത്ത് ഈ വാഴയിൽ ഒന്ന് വാടിയെടുക്കും, എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇച്ചിരി വാഴയില എടുത്ത് വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു, അത് ഒരുവിധം ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. വാടിയത് ഇതിനകത്തോട്ട് ഇനി ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് ഇവിടെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ പുളിക്കാത്തപ്പോ. അച്ഛൻ അങ്ങനെ ഒരുപ്പെട്ട് ഈ വെളുത്തുള്ളി ചുമന്നുള്ളിയൊക്കെ ചേർന്ന സാധനങ്ങളൊന്നും അങ്ങനെ കഴിക്കരുതാ. ഉഴുന്ന് ചേർന്നൊന്നും ഞങ്ങൾ ഇഡ്ഡലിയും ദോശയൊന്നും കഴിക്കരുതാ. പക്ഷേ ഈ പെസകാപ്പമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എന്നാണെന്നറിയോ, എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കഴിച്ചതൊക്കെ നമ്മുടെ മക്കൾക്ക് കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സന്തോഷമല്ലേ. അപ്പം മാവ് കുഴച്ചു ഇനി കൈയൊക്കെ കഴുകിച്ച് അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കട്ടെ. ഇലയെല്ലാം തുടച്ച് വെച്ചേക്കുവാണ്. നമ്മുടെ വട്ടയപ്പം എന്തെന്ന് തോന്നുന്നത് നോക്കിയിട്ട് വരട്ടെ. നിങ്ങളൊക്കെ പ്രായമുള്ളവരൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ വട്ടയപ്പം വെന്ത് കേട്ടോ. അതേട്ടെ കണ്ടയാൻ പറഞ്ഞില്ല, ആ ഒരു ചെറിയ കളറും ഒക്കെ ആയിട്ട് വട്ടയപ്പം വെന്തു. തണുത്തിട്ടില്ല, ചൂടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിൽ വെക്കാൻ. അപ്പം നമ്മുടെ പെസകാപ്പത്തിനുള്ള മാവൊക്കെ സെറ്റായി. അതിന് എങ്ങനെ ഇല പരത്തി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. മാവ് തേണ്ട ഈ ഒരു ലൂസിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. നമുക്ക് ആ ഇല പരത്താവുന്ന രീതിക്ക് ഇത് കണ്ടോ ഇങ്ങനെ. ഈ ഇലയുടെ കളർ വ്യത്യാസം കണ്ടോ, ഞാൻ വെയിലത്തിട്ട് ഇല വാട്ടിയതാണേ. എന്നാലും നമുക്കിതിങ്ങനെ മടക്കി എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മടക്കി എടുക്കാനായിട്ട് പാടാണ്. തീരെ കനം കുറച്ചാണ് ഇതുണ്ടാക്കുന്നത്. ഇതൊക്കെ അറിയാവുന്നവരൊക്കെ കാണും കേട്ടോ, അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാനിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്കൊരു സന്തോഷം, നമ്മൾ ഇതൊക്കെ ഒന്ന് ഇപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പെസകാപ്പത്തിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മളിനി പാലും കൂടെ കാച്ചും. അതിപ്പം ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ. അതിൻ്റെ ഇതുണ്ടാക്കി വെച്ച് നമുക്ക് അന്നത്തേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട സമയമാവുന്നേ, അതുകൊണ്ടാണ്. ഇനി ഇത് മടക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഇങ്ങനെയാണ്. ഇത് കോണായിട്ടാണ് മടക്കുന്നത്. ഇങ്ങനെ ഇരിക്കും ഈ അപ്പത്തിൻ്റെ ഇത് കണ്ടോ. ഇങ്ങനെയാണ് മടക്കിയെടുക്കുന്നത്. ഇങ്ങനെ 4 സൈഡിൽ നിന്നും കൂടി ഇങ്ങനെ മടക്കി. കനം കുറഞ്ഞ അപ്പമാണ്.
അപ്പോൾ ഇങ്ങനെയാണ് പെസകാപ്പം ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിനി വട്ടയപ്പത്തിൻ്റെ ഒരു ട്രിപ്പും കൂടെ വെച്ചേക്കുവാണ്. അന്നേരത്തേക്ക് ഇത് കുറച്ചൊന്ന് പരത്തിയെടുക്കട്ടെ. നമ്മുടെ വട്ടയപ്പൊക്കെ ഞാൻ പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണ്. നമ്മൾ അരി അരച്ച് വീട്ടിൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്നത് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് ഞാൻ രാവിലെ അരച്ച് വെച്ചോളൂ. രാവിലെ എനിക്കൊന്നൊരു 7 മണിയൊക്കെ അരച്ച് വെച്ചതേ കേട്ടോ. എന്നിട്ടൊരു 12:30 ആയപ്പോഴാണ് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. പെട്ടെന്ന് ഇപ്പോൾ ചൂടും കൂടെ ഒക്കെ ആയിട്ട് മാവ് പുളിക്കും. ഇനി അതുപോലെ നമുക്കിനി മാവ് പുളിച്ചില്ലേ തന്നെ ഉണ്ടല്ലോ, ഈ ഒരു വലിയ പാത്രത്തിലോട്ട് ഇച്ചിരി വെള്ളം അടുപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കുക. നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ തിളയ്ക്കണ്ട, നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി വെള്ളം. നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഈ മാവും പാത്രം ഒന്ന് ഇറക്കി വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് അത് പൊളിച്ച് കിട്ടും കേട്ടോ. നല്ലപോലെ മാവ് പൊങ്ങി വരും. അപ്പം നമ്മുടെ വട്ടയപ്പൊക്കെ ശരിയായി. ഇനി നമ്മുടെ പെസകാപ്പം കൂടെ ഒക്കെ എടുത്ത് അടുപ്പിലോട്ട് വെക്കണം. അപ്പം ഞാൻ മുഴുവനും ചെയ്യാനായിട്ട് നിന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എഡിറ്റിങ് നടക്കത്തില്ല, വീഡിയോ അപ്ലോഡ് ചെയ്ത് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാം, ഉറപ്പ് പറയുന്നില്ല. ഇനി ഇതിൻ്റെ കൂടെ പാല് കാച്ചുകയും കൂടി ചെയ്യുകയാണ് ചെയ്യുന്നത്. പാല് കാച്ചുന്നത് ശർക്കരപ്പാനി, പിന്നെ തേങ്ങാപ്പാല്, ചുക്ക്, ഇച്ചിരി ചുക്ക്, പിന്നെ ഏലക്ക, ജീരകം എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് പാല് കാച്ചി എടുക്കുകയാണ്. തേങ്ങാപ്പാലിനകത്താണ് നമ്മൾ എടുക്കുന്നത്, പശുപാൽ എടുക്കത്തില്ല. തേങ്ങാപ്പാലിനകത്താണ് ഇതിൻ്റെ പാല് കാച്ചുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് ഈ പെസകാപ്പം നമ്മൾ അതിൽ മുക്കി കഴിക്കും. വട്ടയപ്പല്ല കേട്ടോ, പെസകാപ്പം അതിലിങ്ങനെ മുക്കി കഴിക്കും. പിന്നെ അത് പഴമൊക്കെ അരിഞ്ഞൊക്കെ ഇടും, അങ്ങനെയൊക്കെ എടുക്കാം. അതും കൂടെ വെച്ചാൽ അതിപ്പോൾ ഞാൻ വെക്കുന്നില്ല, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചെയ്യുന്നുള്ളൂ. കാര്യം വൈകിട്ടല്ലേ ഇത് കഴിക്കുന്നത്. ഇപ്പം നേരത്തെ ഇതെല്ലാം ഒന്ന് വേവിച്ചെടുത്ത് വെക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്നെ എൻ്റെ ഫാമിലിയുടെ ഹാപ്പി പെസക. പിന്നെ ഇനിയിപ്പോൾ നാളെ ദുഃഖവെള്ളി, പിന്നെ ഈസ്റ്റർ. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ, നാളത്തെ വീഡിയോ ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.